ഗണിതം വെറും കണക്കുകളല്ല, ഇത് പ്രപഞ്ചത്തിന്റെ ഭാഷയാണ്. ഈ ചെറിയ കഥയിലൂടെ പ്ലാറ്റോണിക് സോളിഡുകളുടെ അത്ഭുത ലോകത്തിലേക്ക് സ്വാഗതം. അയ്യോ, ഈ ഗണിതം ഈ വൃത്തവും ചതുരവും ഒക്കെ പഠിച്ചിട്ട് ജീവിതത്തിൽ എന്ത് കിട്ടാനാ? എല്ലാം വെറും രൂപങ്ങൾ. എന്താ അപ്പു? ഗണിതത്തോട് യുദ്ധമാണോ? യുദ്ധമല്ല ചേച്ചി, തോൽവി. നീ കാണുന്നത് രൂപമല്ല, ഇതാണ് ലോകത്തിന്റെ ഭാഷ. പ്രകൃതിയിൽ എല്ലായിടത്തും ഗണിതമുണ്ട്. ഇതാണ് ടെട്രാഹെഡ്രൻ. ടെട്രാഹെഡ്രൻ 4 വശങ്ങളുള്ള പിരമിഡ്. ഇത് തീയെ സൂചിപ്പിക്കുന്നു എന്ന് പണ്ട് വിശ്വസിച്ചിരുന്നു. ക്യൂബ് ചാന്ദ് 6 വശങ്ങളുള്ള സമചതുര കട്ട. ഇത് ഭൂമിയെ സൂചിപ്പിക്കുന്നു. 8 വശങ്ങൾ. ഇത് വായുവിനെ പ്രതിനിധീകരിക്കുന്നു. 12 വശങ്ങൾ. ഇത് പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്നു. 20 വശങ്ങൾ. ഇത് വെള്ളത്തെ സൂചിപ്പിക്കുന്നു. വെറും 5 എണ്ണം മാത്രം. അത് വിശ്വസിക്കാൻ പ്രയാസമാണല്ലോ. അതാണ് ഗണിതത്തിന്റെ കൃത്യത. ലിയോനാർഡോ ഡാവിഞ്ചി മുതൽ കെപ്ലർ വരെ ഈ 5 രൂപങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആധുനിക രസതന്ത്രത്തിലെ തന്മാത്രകളുടെ ഘടന മുതൽ വൈറസുകളുടെ ആകൃതിയിൽ വരെ ഈ പ്ലാറ്റോണിക് സോളിഡുകൾ കാണാം. നോക്കൂ അപ്പു, ഏത് പ്ലാറ്റോണിക് സോളിഡ് എടുത്താലും അവയുടെ വശങ്ങളും മൂലകളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. F+V−E=2. ഇതിനെ ഓയിലറുടെ ഫോർമുല എന്ന് വിളിക്കും. ഇത് കൊള്ളാമല്ലോ. 8 മൂലകൾ, 12 അരികുകൾ, 6 വശങ്ങൾ. ഉത്തരം 2 തന്നെ. ഇത് കൊള്ളാമല്ലോ. പ്ലാറ്റോണിക് സോളിഡുകൾ വെറും ഗണിതരൂപങ്ങൾ മാത്രമല്ല, അവ പ്രകൃതിയുടെ അടിസ്ഥാന ഘടനയിൽ പോലും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. 1. ടെട്രാഹെഡ്രൻ. സൂക്ഷ്മതലത്തിലുള്ള തന്മാത്രകളുടെ ഘടനയിലാണ് ഇത് പ്രധാനമായും കാണപ്പെടുന്നത്. മീഥെയ്ൻ ഗ്യാസ്. മീഥെയ്ൻ തന്മാത്രയുടെ ആകൃതി ഒരു ടെട്രാഹെഡ്രൻ ആണ്. സ്ഫടികം. സിലിക്കൺ ഡയോക്സൈഡ് പരലുകളുടെ അടിസ്ഥാന ഘടന ഇതാണ്. ജലത്തിന്റെ തന്മാത്ര. മഞ്ഞത്തുള്ളികൾ രൂപപ്പെടുമ്പോൾ അവയുടെ തന്മാത്രകൾ ടെട്രാഹെഡ്രൽ ആകൃതി സ്വീകരിക്കുന്നു. 2. ക്യൂബ്. ധാതുക്കളുടെയും ഉപ്പിന്റെയും പരലുകളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ഉപ്പ്. നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഉപ്പിന്റെ പരലുകൾ കൃത്യമായ ക്യൂബ് ആകൃതിയിലുള്ളതാണ്. ഒക്ടാഹെഡ്രൻ. വിലപിടിപ്പുള്ള കല്ലുകളുടെയും ലോഹങ്ങളുടെയും ഘടനയിൽ ഇത് കാണാം. ഡയമണ്ട്. പ്രകൃതിദത്തമായ വജ്രങ്ങൾ പലപ്പോഴും ഒക്ടാഹെഡ്രൻ ആകൃതിയിലാണ് ഖനനം ചെയ്തെടുക്കുന്നത്. ഫ്ലൂറൈറ്റ്. ഈ ധാതുവിന്റെ പരലുകളും ഇതേ ആകൃതി പ്രകടിപ്പിക്കാറുണ്ട്. കാന്തിക ലോഹങ്ങൾ. മാഗ്നറ്റൈറ്റ് പോലുള്ള ചില ലോഹങ്ങളുടെ ക്രിസ്റ്റലുകൾ ഈ രൂപത്തിലാണ്. 4. ഡോഡെക്കാഹെഡ്രൻ. ഇത് പ്രകൃതിയിൽ അല്പം അപൂർവമാണെങ്കിലും ചില പ്രത്യേക ഇടങ്ങളിൽ കാണാം. ക്വാസി ക്രിസ്റ്റലുകൾ.
ചില പ്രത്യേക ലോഹസങ്കരങ്ങളിൽ ഈ ആകൃതി കാണപ്പെടുന്നു. 5. ഐക്കോസഹെഡ്രൻ. ജീവശാസ്ത്രപരമായ ഘടനകളിലാണ് ഇത് പ്രധാനമായും കാണപ്പെടുന്നത്. വൈറസുകൾ. ഇൻഫ്ലുവൻസ്, ഹെർപ്പസ് തുടങ്ങിയ പല വൈറസുകളുടെയും പുറം കവചം ഐക്കോസഹെഡ്രൻ ആകൃതിയിലാണ്. ഇത് വൈറസിന് കൂടുതൽ കരുത്തും സ്ഥിരതയും നൽകുന്നു. ബാക്ടീരിയകൾ. ചില ബാക്ടീരിയകളുടെ ആന്തരിക ഘടനയിലും ഈ രൂപം കാണാം. ഗണിതം സത്യമാണ്, സൗന്ദര്യമാണ്. നമുക്ക് രൂപങ്ങളുടെ രഹസ്യം തേടി യാത്ര തുടരാം. Story and direction. Baby Girija.